You can start. നമസ്കാരം. എൻ്റെ പേര് ഐഷ ആലിയ PM. ഞാൻ പഠിക്കുന്നത് ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുച്ചേരിയിലാണ്. ഞാനൊരു ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ടോപ്പിക് ഇസ് ദ റോൾ ഓഫ് ദ GBA ഇൻ സൈക്കാട്രിക് ഫാർമക്കോതെറപ്പി. ഞാൻ പ്രസന്റ് ചെയ്യുന്നത് മലയാളത്തിലായിരിക്കുന്നു. എന്താണ് സൈക്കാട്രി? മാനസികവും വൈകാരികവും പെരുമാറ്റപരമായ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും തടയുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ് സൈക്കാട്രി. ഇതിലെ വിഭാഗങ്ങൾ: മുതിർന്നവർക്കുള്ള മനോരോഗ ചികിത്സ, വാർദ്ധക്യകാല മനോരോഗ ചികിത്സ, ലൈംഗികത ചികിത്സ, കൺസൾട്ടേഷൻ ലൈസൻസ് സൈക്കാട്രി, അടിയന്തര മനോരോഗ ചികിത്സ, ആസക്തിയും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും മനോരോഗ ചികിത്സ, ഫോറൻസിക് സൈക്കാട്രി. മറ്റ് മെഡിക്കൽ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ബയോളജിക്കൽ മാർക്കറുകളുടെ അഭാവമാണ്. ഇതുകൊണ്ട് തന്നെ രോഗനിർണയം ആത്മനിഷ്ഠമായ ലക്ഷണങ്ങളെയും പെരുമാറ്റത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വസ്തുനിഷ്ഠമായ രോഗനിർണയം, വ്യക്തിഗത ചികിത്സ, വൈകല്യങ്ങളെ കുറിച്ചുള്ള ധാരണ എന്നിവയെ ഇത് തടസ്സപ്പെടുത്തുന്നു. ദ ഗട്ട് ബ്രെയിൻ ആക്സിസ്. തലച്ചോറിനെയും ദഹനനാളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ദ്വിദശ വിനിമയമാണിത്. ഭക്ഷണക്രമം, സമ്മർദ്ദം, മൈക്രോബയോട്ട തുടങ്ങിയ ഘടകങ്ങൾ ഗട്ട് ബ്രെയിൻ ആക്സിസിനെ ബാധിക്കുന്നു. ഈ സംവിധാനം തലച്ചോറിനെ കുടലിന്റെ പ്രവർത്തനത്തെയും ആരോഗ്യത്തെയും സ്വാധീനിക്കാൻ പ്രാപ്തമാക്കുന്നു. പ്രധാന ഘടകങ്ങൾ: ദ വാഗസ് നെർവ്, എൻഡറിക് നെർവസ് സിസ്റ്റം, ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, രോഗപ്രതിരോധ സംവിധാനം, സമ്മർദ്ദ പ്രതികരണം. എന്താണ് ഫാർമക്കോതെറപ്പി? രോഗങ്ങളെ ചികിത്സിക്കുന്നതിനും രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിനും രോഗത്തിന്റെ പുരോഗതിയിൽ മാറ്റം വരുത്തുന്നതിനും അല്ലെങ്കിൽ രോഗം തടയുന്നതിനും ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഫാർമക്കോതെറപ്പി എന്നറിയപ്പെടുന്നു. സൈക്കോ ഫാർമക്കോളജി. സൈക്കാട്രിക് ഡ്രഗ് തെറപ്പി അല്ലെങ്കിൽ സൈക്കോ ഫാർമക്കോളജി മാനസികാരോഗ്യ അവസ്ഥകളെ ചികിത്സിക്കാൻ ആന്റി ഡിപ്രസന്റുകൾ, ആന്റിസൈക്കോട്ടിക്സ്, മൂഡ് സ്റ്റെബിലൈസറുകൾ, ഉത്തേജകങ്ങൾ എന്നിവ പോലുള്ള കുറിപ്പടി മരുന്നുകൾ ഉപയോഗിക്കുന്നു. വിഷാദം, ഉത്കണ്ഠ, സൈക്കോസിസ്, ADHD തുടങ്ങിയ ലക്ഷണങ്ങളെ നിയന്ത്രിക്കുന്നതിന് പലപ്പോഴും സൈക്കോതെറപ്പിക്കൊപ്പം ബ്രെയിൻ കെമിസ്ട്രി ക്രമീകരിച്ചാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ പ്രവർത്തനവും ജീവിത നിലവാരവും ഗണ്യമായി ഇത് മെച്ചപ്പെടുത്തുന്നു. സെറട്ടോണിൻ, ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ലക്ഷ്യമിട്ടാണ് ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്നത്. GBAയും മാനസികാരോഗ്യവും തമ്മിലുള്ള ബന്ധം. GBAയുടെ ന്യൂറോ കെമിക്കൽ വശങ്ങളെ കുറിച്ചുള്ള പഠനം അണുവിമുക്തമായ എലികളിൽ പഠിച്ചു. ഈ മൈക്രോബയോമിൽ അഭാവം അല്ലെങ്കിൽ തകരാറുകൾ സെറട്ടോണിൻ, മസ്തിഷ്കത്തിൽ നിന്നുള്ള ന്യൂറോട്രോഫിക് ഘടകം, ട്രിപ്റ്റോഫാൻ, മറ്റു ന്യൂറോ കോമ്പൗണ്ടുകൾ എന്നിവയുടെ അളവിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ മാറ്റങ്ങൾ എലികളിലെ ഉത്കണ്ഠ, അറിവ്, സാമൂഹികവൽക്കരണം, ന്യൂറോണൽ വികസനം എന്നിവയിൽ പ്രകടമായ സ്വാധീനം ചെലുത്തുന്നു. അതിവേഗം പ്രവർത്തിക്കുന്ന ന്യൂറൽ, പ്രതിരോധ മധ്യസ്ഥ സംവിധാനങ്ങൾ എന്നിവയുടെ സംയോജനത്തിലൂടെയാണ് GBA പ്രവർത്തിക്കുന്നത്. ഒപ്റ്റിമൽ ആരോഗ്യത്തിനും ഉപാപചയത്തിനും ആവശ്യമായ വിറ്റാമിനുകൾ, കോഫാക്ടറുകൾ, പോഷകങ്ങൾ എന്നിവയുടെ ഉൽപാദനത്തിലും കുടൽ മൈക്രോബയോട്ട അത്യാവശ്യമാണ്. കുടലിൽ നിന്ന് തലച്ചോറിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്ന വാഗൽ, സ്പൈനൽ അഫറന്റ് നെർവിന്റെ പാതകൾ മൈക്രോബിയൽ സിഗ്നലുകളും സൈറ്റോകൈനുകളുടെയും ഗട്ട് ഹോർമോണുകളുടെയും പ്രതികരിക്കുന്നതായി കാണിച്ചിരിക്കുന്നു. ഇതേ പാതകൾ ഉപയോഗിച്ച് പാരാസിമ്പത്തറ്റിക്, സിമ്പത്തറ്റിക് നെർവ്സിന്റെ എഫറന്റ് ന്യൂറോണുകൾ കുടലിനെ മോഡുലേറ്റ് ചെയ്യുന്നു. ഇത് കുടൽ സസ്യാജലങ്ങളുടെ വൈവിധ്യത്തെ നേരിട്ട് ബാധിക്കുന്നു. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, IBS. സെൻട്രൽ നെർവസ് സിസ്റ്റവും എൻഡറിക് നെർവസ് സിസ്റ്റവും തമ്മിലുള്ള ആശയവിനിമയത്തെ തകർക്കുന്നതാണ് IBSൽ ഉൾപ്പെടുന്നത്. അത് ഒരു മോശം ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ IBSന്റെ ലക്ഷണങ്ങളാവുന്നു. IBS തീവ്ര മാനസിക ക്ലേശം വർദ്ധിപ്പിക്കും. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, വെൻട്രോലാറ്ററൽ, പോസ്റ്റീരിയർ പാരിയറ്റൽ കോർട്ടെക്സ്, തലാമി എന്നിവയിലെ മാറ്റങ്ങൾ ശ്രദ്ധ, വികാരം, വേദന, മോഡുലേഷൻ എന്നിവയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മസ്തിഷ്ക സർക്യൂട്ടുകളിൽ മാറ്റം വരുത്തുന്നു.
ഒരു ദുഷിച്ച ചക്രം, അതായത് ഒരു വിഷ്യസ് സൈക്കിൾ രൂപപ്പെടുന്നു. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ആൻഡ് IBS. ഗ്യാസ്ട്രോ intestinal നിർദ്ദിഷ്ട ഉത്കണ്ഠ, ഓട്ടോണോമിക് പെയിൻ ഫെസിലിറ്റേഷൻ, കോഗ്നിറ്റീവ് മെക്കാനിസങ്ങൾ എന്നിവയുടെ തടസ്സം വഴി IBS ലക്ഷണങ്ങളെ ശ്വാശ്വതമാക്കുന്നതായി തോന്നുന്നു. മുൻകൂർ ആശങ്കകളും ഒഴിവാക്കൽ പെരുമാറ്റവുമാണ് പ്രവർത്തനത്തെ ബാധിക്കുന്നതിനുള്ള പ്രധാന കാരണം. രണ്ട് രോഗങ്ങൾക്കും ആന്റി ഡിപ്രസന്റുകൾ ചികിത്സയിൽ നിന്ന് പ്രയോജനം ലഭിക്കും. സൈക്കാട്രിക് കോർമോബിഡിറ്റികൾക്കൊപ്പം IBSന്റെ തന്മാത്ര സംവിധാനങ്ങൾ വ്യക്തമാക്കുന്നത് പാത്തോഫിസിയോളജി വ്യക്തമാക്കുന്നതിനും IBSലെ പുതിയ ചികിത്സാ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിനും നിർണായകമാണ്. ചികിത്സാ പ്രത്യാഘാതങ്ങൾ. ചില ഭക്ഷണങ്ങളിലോ സപ്ലിമെന്റുകളിലോ കാണപ്പെടുന്ന ബാക്ടീരിയയും ഈസ്റ്റും ഉൾപ്പെടെയുള്ള രോഗകാരികളാത്ത സൂക്ഷ്മാണുക്കളാണ് പ്രോബയോട്ടിക്സ്. സൈക്കോബയോട്ടിക്സ് എന്നറിയപ്പെടുന്ന പ്രോബയോട്ടിക്സ് കുഴൽ മസ്തിഷ്ക അച്ചുതണ്ടിനെ ലക്ഷ്യമിടാൻ സൈക്കോതെറപ്പിയിൽ ഉപയോഗിക്കുന്നു. ഉത്കണ്ഠ, വിഷാദം, സമ്മർദ്ദം എന്നിവയുടെ ലക്ഷണങ്ങളെ ലഘൂകരിക്കാനും ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉൽപ്പാദിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. വിഷാദ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥാപരമായ വീക്കം കുറയ്ക്കാൻ അവയ്ക്ക് കഴിയും. അസുഖ സ്വഭാവം തടസ്സപ്പെടുത്തുന്നത്. പ്രോബയോട്ടിക്സ് കുടലിന്റെ എൻറ്ററിക് നെർവസ് സിസ്റ്റവുമായി ഇടപെടുന്നു. രോഗപ്രതിരോധ ഹോർമോൺ ന്യൂറൽ പാതകളിലൂടെ വാഗസ് നെർവിനെയും തലച്ചോറിന്റെ പ്രവർത്തനത്തെയും സ്വാധീനിക്കുന്നു. എലികളുടെ മോഡലുകളിൽ ലാക്ടോസ് ബസിലസ് ഹെൽവെറ്റിക്കസ്, ബിഫിഡോബാക്ടീരിയം ലോംഗം അടങ്ങിയ പ്രോബയോട്ടിക്സ് ആൻസിയോലിറ്റിക് പോലെയുള്ള പെരുമാറ്റം പ്രകടമാക്കി. ആരോഗ്യകരമായ മനുഷ്യ മനഃശാസ്ത്രപരമായ ഫലങ്ങളും ഇതേ ഫോർമുലേഷൻ പ്രകടമാക്കി. IBS ഉള്ള രോഗികളിൽ ബി ലോംഗം കഴിക്കുന്നത് വിഷാദ രോഗം കുറയ്ക്കുകയും ജീവിത നിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വൻകുടലിൽ കൂടാതെ എത്തിച്ചേരാൻ ട്രാക്റ്റിലെ പോസിറ്റീവ് ബാക്ടീരിയകളുടെ വർദ്ധിപ്പിക്കാനും കഴിയുന്ന പ്രീബയോട്ടിക്സിനെ സിൻബയോട്ടിക്സ് ഒരു നിർദ്ദിഷ്ട പ്രഭാവം വരുന്നതിന് ബയോട്ടിക്സും പ്രോബയോട്ടിക്സും ചേർന്നതാണ്. ആഗിരണം, വിതരണം, ഉപാപചയം, വിസർജനം എന്നിവയാണ് പരമ്പരാഗത മരുന്നുകൾക്കൊപ്പം ഫാർമക്കോകൈനറ്റിക്സിന്റെ പ്രധാന ഘടകങ്ങൾ. ഇനി രണ്ട് എക്സാമ്പിൾസ് ആണ്. വിഷാദം അഥവാ ഡിപ്രഷൻ. ലാക്ടീസിസ് ബാസിലസ് പാരസീസെ സ്ട്രെയിൻ ഷിറോട്ട വലിയ വിഷാദവും BP-യും ഉള്ള ലക്ഷണങ്ങളിൽ കുറവ് കാണിച്ചു. ലാക്ടോബാസിലസ് അസിഡോഫിലസ്, ലാക്ടോബാസിലസ് സീസെ, ബിഫിഡോബാക്ടീരിയം ബിഫിഡം അല്ലെങ്കിൽ ബിഫിഡോബാക്ടീരിയം ലോംഗം, ലാക്ടോബാസിലസ് ഹെലവിക്ടസ് എന്നിവയുമൊത്തുള്ള ഒന്നിലധികം സ്ട്രെയിനുകളുള്ള പ്രോബയോട്ടിക്സ് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിച്ചു. ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി. ബി ലോംഗം, ബി ബിഫിഡം, ബിഫിഡോബാക്ടീരിയം ലാക്ടസ്, L അസിഡോഫിലസ് എന്നിവ ഉൾപ്പെടുന്ന മൾട്ടി സ്ട്രെയിൻ പ്രോബയോട്ടിക് ഇടപെടൽ ഉപയോഗിച്ച് വ്യക്തികളെ ചികിത്സിച്ചപ്പോൾ ഉത്കണ്ഠ ലക്ഷണങ്ങൾക്ക് കുറവുണ്ടായി. ഗവേഷണത്തിനുള്ള സ്കോപ്പുകൾ. ഉത്കണ്ഠയും വിഷാദവും പോലുള്ള മാനസിക വൈകല്യങ്ങൾ ചികിത്സിക്കുന്നതിനായി പ്രോബയോട്ടിക് സപ്ലിമെന്റേഷനെ കുറിച്ചുള്ള ഗവേഷണം. സൈക്കോബയോട്ടിക്സ് തെറാപ്പിക്ക് വേണ്ടിയുള്ള MDDയിലെ അതായത് ഡിപ്രഷനിലെ GBAയുടെ പാത്തോഫിസിയോളജി. സമീപനങ്ങൾ: പോഷകാഹാര മനോരോഗ ചികിത്സ, മൈക്രോബയോം അധിഷ്ഠിത ചികിത്സകൾ എന്നിവയിലെ ഗവേഷണത്തിന്റെ വർദ്ധിച്ചു വരുന്ന മേഖലയെ പ്രതിനിധീകരിക്കുന്നു. GBA ഫംഗ്ഷനുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മാനസികവും ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിനെയും സാധ്യതയുള്ള ബദൽ ചികിത്സ വാഗ്ദാനം ചെയ്യുന്നു. സപ്ലിമെന്റ് ചികിത്സയുടെ ശരിയായ ഡോസും കാലാവധിയും സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമല്ല. ഭാവിയിലെ ഗവേഷണങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. ഭാവിയിലെ പഠനങ്ങൾ പ്രോബയോട്ടിക്സിന്റെയും പ്രീബയോട്ടിക്സിന്റെയും ഫലം വിലയിരുത്തുന്നതിന് പോഷക ബയോമാർക്കറുകളും ഉപയോഗിക്കണം. ഉപസംഹാരം. സൈക്കാട്രിയുമായി ബന്ധപ്പെട്ട് കുടലും തലച്ചോറും തമ്മിലുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ചുള്ള അവബോധം ഈ മേഖലയിൽ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വർദ്ധിച്ചു വരുന്ന ഡാറ്റ കണക്കിലെടുത്ത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഭാവി ചർച്ചകളിൽ രോഗപ്രതിരോധ ശാസ്ത്രം, മൈക്രോബയോളജി, GA പാത്തോഫിസിയോളജി എന്നിവ ഉൾപ്പെടുത്തണം. അവരുടെ ആപ്ലിക്കേഷൻ മാനസിക ക്ഷേമം മെച്ചപ്പെടുത്തും. പുതുതായി കണ്ടെത്തിയ പ്രോബയോട്ടിക്സും മറ്റ് സൈക്കോബയോട്ടിക് ഫോർമുലേഷനുകളും സമീപഭാവിയിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഫാർമക്കോപ്പിയിൽ പതിവായി ഉൾപ്പെടുത്തും.
ഭക്ഷണക്രമം കൂടുതൽ മൈക്രോബയോമിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു. ഇത് നമ്മൾ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നു. സമീകൃതാഹാരത്തോടൊപ്പം പ്രോബയോട്ടിക്സ് ചേർക്കുന്നതിലൂടെ രോഗികൾക്ക് കൂടുതൽ പ്രയോജനം നേടാം. നന്ദി.